പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ ബോഗൺവില്ല ഇവിടെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഫുള്ള് നമ്മൾ ചെടികളൊക്കെ പൂവിട്ടിട്ടുണ്ട്. ഫുള്ള് ചെടികളും നമ്മൾ ഈ ഭാഗമൊക്കെ കണ്ടില്ലേ. നമ്മളിവിടെ ഇത് മഞ്ഞപ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വാട്ടർ ലില്ലി, വാട്ടർ പോപ്പി എന്നാണ് ഇതിൻ്റെ പേരെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ വാട്ടർ പോപ്പി എന്നാണ് നോക്കട്ടെ. ഏതായാലും അതിൻ്റെ പേര് ശരിക്കും എനിക്കറിയില്ല. നമ്മൾ ഇവിടെ ഗപ്പി കൊടുന്നിട്ടുണ്ട് കേട്ടോ. ഗപ്പികൾ ഇതിലൊക്കെ ഗപ്പി ഉണ്ട്, കണ്ടില്ലേ. ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. ഗപ്പി ചെറിയ കുഞ്ഞുങ്ങളും ഉണ്ട്. നമ്മൾ വീടിൻ്റെ ഉള്ളിൽ നമ്മൾ വേറൊരു ഗ്ലൂ ഫിഷ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഗ്ലൂ ഫിഷ് തന്നെയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് 2 കളറേ അത് കിട്ടിയിട്ടുള്ളൂ. ഗ്ലൂ ഫിഷ് അതിൻ്റെ പച്ചയും മഞ്ഞയുണ്ട്. അത് നമുക്ക് കളക്ട് ചെയ്യണം. തിങ്കളാഴ്ച അതും കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കടക്കാരൻ പറഞ്ഞ് തിങ്കളാഴ്ച വരുന്നു. അപ്പോൾ നമുക്ക് അതും കൂടി കളക്ട് ചെയ്താൽ വീടിൻ്റെ ഉള്ളിൽ ഈ ചില്ലിൻ്റെ ടാങ്കിലും ഇങ്ങനെ ഇട്ട് കാണാനൊരു ഭംഗിയാണ്. പിന്നെ ഇതിലും കൊടുന്നിടണം എന്നിങ്ങനെ കരുതുന്നുണ്ട്. ചിലപ്പോൾ അതിൽ പാറ്റിയിട്ടുണ്ടെങ്കിലോ നല്ലൊരു കുളമാണല്ലോ ഇപ്പോൾ അത്. അപ്പോൾ പാറ്റാൻ സാധ്യത ഉണ്ട്. അത് ചെറിയ കുട്ടികളുണ്ടായിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയാണല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ആമ്പൽ, ഇത് നീലയാണ് കേട്ടോ. നീല ആമ്പലാണ്, നീലത്താമര എന്ന് പറയുന്നത്. പക്ഷേ നീല ആമ്പൽ ചെടിയാണ് കേട്ടോ. അത് അതിന്മേൽ നീല കളറാണ് ഉണ്ടാകുക. ഒരു 10-15 ദിവസം ആയിട്ടുണ്ടെങ്കിൽ ഇത് 10-15 ദിവസം കൊണ്ട് ഇതിന്മേൽ പൂവാകും. ഇന്നിപ്പോൾ നമ്മളിത് ഇതുണ്ടല്ലോ, ഈ വള്ളി നമുക്കൊരു ഉപകാരമില്ലാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. കാണാനിങ്ങനെ ഒരു ഭംഗിയുണ്ട് എന്നല്ലാതെ അത് പൂവിടണില്ല. ഈ പ്രാവശ്യം പൂവിടുമെന്ന് കരുതിയിരുന്നു. ഈ പ്രാവശ്യം പൂവിടാനുള്ള ഒരു ചാൻസും കാണുന്നില്ല. അതുകൊണ്ടാണ് നമ്മളിതിങ്ങനെ നീട്ടി വളർത്തി കട്ട് ചെയ്യാതെ നിർത്തി കേട്ടോ. പൂവുണ്ടാവുമെന്ന് കരുതി. പക്ഷേ പൂവുണ്ടാവണില്ല. ഏതായാലും ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഭംഗി വരുത്തണം എന്ന് കരുതുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇതുണ്ടല്ലേ, നമ്മളെ ഈ ആൽത്തറ നല്ല പച്ച കളറായിട്ട് ആ പുല്ല് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല പച്ച കളർ പുല്ല്. ഇതൊക്കെ നമ്മൾ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്താണ്. ഇതല്ലേ, അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പിലാക്കുകയാണ്. ഇതിങ്ങനെ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വേറെ ശിഖരങ്ങളിങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് ഇവിടേക്കൊക്കെ ഈ ഒഴിവുള്ള സ്ഥലത്തേക്കൊക്കെ വളരും. നമുക്ക് പുറത്തേക്ക് വളരാനയക്കാഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമ്മൾ തെച്ചി മഞ്ഞ നല്ല എപ്പോഴും പൂവാണ് കേട്ടോ. ഇതിനുള്ള പ്രശ്നം ഇത് പൂവ് കഴിയണത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. അതിൽ പെട്ടെന്ന് വേറെ പൂക്കളുണ്ടാവുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ പൂവ് കഴിഞ്ഞ ആ ശിഖരങ്ങളുണ്ടല്ലോ, ആ പൂവ് കഴിഞ്ഞ ശിഖരങ്ങൾ നമ്മൾ ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇതിനൊക്കെ റിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. റിങ്, അതുപോലെ ഇവിടെ സ്പൈഡർ പ്ലാന്റിന് ഒരുപാട് തൈകളുണ്ട് ഇവിടെ. ഇതുണ്ട്, നമുക്ക് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. ഈ സ്പൈഡർ പ്ലാന്റ് ഇങ്ങനെ തൂങ്ങിയിട്ട് ഇതൊക്കെ തൈയാണ് കേട്ടോ. നമ്മളിത് ഇങ്ങനെ ഇതുണ്ടാവും. ഇതിൻ്റെ ഈ വേര് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഇതൊക്കെ തൈകളാണ്. പിന്നെ അതുപോലെ തന്നെ അത് കണ്ടില്ലേ, ഇതിൽ അരേലിയൻ്റെ ഒപ്പം അതിൽ മുളച്ചുണ്ടാവണതാണ് കേട്ടോ. അതിനത് നമ്മൾ തൈയൊന്നും ഉണ്ടാക്കണമല്ല. തൈ ഇതിൻ്റെ കുരു പൊട്ടിയിട്ട് വീണിട്ടുണ്ടാകണതാണ് അത് തൈ. പിന്നെ ഇവിടെ ഉണ്ട് ഇതിന് നമ്മൾ ഈ ആലിന് തറ കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു ഈ ഒരു പൈപ്പിൽ ചെയ്താണ്. ഞാൻ ഇതിൻ്റെ മുൻപ് നമ്മൾ കാണിച്ചു തന്നാണല്ലോ. പിന്നെ ഈ പൂച്ചെടി ഉണ്ടല്ലോ, ഇത് നല്ല ഒരു റെഡ് കളറാണ് കേട്ടോ ഇതിൻ്റെ പൂവ്. അതുപോലെ തന്നെ ഇലക്കും ഒരു വെള്ള കളറ്, വെള്ള ഷെയ്ഡുണ്ട്. ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ കട്ട് ചെയ്തിട്ട് തൈപ്പുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.
ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ നമ്മളൊന്ന് പ്രൂൺ ചെയ്തതാണ്. ഇതിൻ്റെ ഈ തൈകളൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് ഇങ്ങനെ വരണുള്ളൂ. ഇനിയിപ്പോൾ ഇത് വരുമ്പോൾ നല്ലൊരു ഭംഗിയായിക്കാരം അത് കാണാൻ കേട്ടോ. ഇത് നമ്മൾ കട്ട് ചെയ്തിട്ടില്ല, ഇത് കുറച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ഒന്നുകൊണ്ട് വളരട്ടെ, പൂവ് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാനുള്ളതാണ്. ഇന്നത്തെ വീഡിയോക്ക് സൗണ്ടിന് കുറച്ച് കുറവുണ്ടാവും കേട്ടോ. നമ്മളെ സ്പീക്കർ അത് കേടുവന്നിട്ടുണ്ട്. പിന്നെ ഇയർഫോൺ വെച്ചിട്ട് നല്ല സൗണ്ട് കിട്ടിയെന്നാണ്. അത് നമ്മൾ കേട് വരുമല്ലോ കേട്ടോ. എവിടെ വെച്ച് നമ്മളെവിടെ ഊരി വെച്ചപ്പോൾ അത് മറന്ന് എവിടെ കാണാനില്ലാതായി. 2 ദിവസമായിട്ടിപ്പോൾ സൗണ്ടിന് പ്രശ്നങ്ങളുണ്ടാവും. അതിലൊന്ന് പുതിയത് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ അത് കിട്ടുക എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ അത്യാവശ്യം ആണ്. ഈ സൗണ്ട് ഇല്ലെങ്കിൽ പിന്നെ ഈ വീഡിയോ കാണാനൊന്നും ഒരു ഭംഗി ഉണ്ടാവും, ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ സൗണ്ട് ശരിക്കും സൗണ്ടോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കോ കൊടുക്കുമ്പോഴാണ് നമുക്ക് വീഡിയോ ഒരു കളറായി കിട്ടുന്നത്. അതുപോലെ തന്നെ പിന്നെ ഇത് റെഡ് പ്ലാന്റ് ആണ് കേട്ടോ. റെഡ് പ്ലാന്റ് പിന്നെ നമ്മൾ തൈകൾ കുറേ ഉണ്ടാക്കിയെന്ന് പറഞ്ഞില്ലേ. അതുപോലെ തന്നെ അവിടെ പിന്നെ കുറ്റിക്കുരുമുളകുണ്ട്, ഇലച്ചെടികളുണ്ട്. നമ്മൾ കുറ്റിക്കുരുമുളക് കുറച്ച് കൂടുതലായിട്ട് വാങ്ങിയിട്ടുമുണ്ട് കേട്ടോ. അത് ഞാൻ നാളെ കാണിച്ചു തന്നാണ്. പിന്നെ അവിടെ ഒരു പിന്നെ തെച്ചി പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ തെച്ചി കണ്ടില്ലേ, ഈ ഒരു നല്ല ഭംഗിയുള്ളൊരു തെച്ചിയാണ് കേട്ടോ. നല്ല വെയിലും ഉണ്ട്. നമുക്ക് വെയിലത്ത് വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ചൂടാകുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് പിന്നെ ഇത് കണ്ടില്ല, അപ്പുറത്തും ഉണ്ട് ഇതിൻ്റെ ഈ ഒരു പൂവിട്ട് കേട്ടോ. ഇതിവിടെയും പൂവ് വരുന്നുണ്ട്. പിന്നെ നമ്മളെ റോസ് ഇവിടെ പൂവുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വേറൊരു റോസ് കാണിച്ചു തരാം കേട്ടോ. ഈ റോസ് നല്ല കടുത്ത കളറാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു കടും കളറാണ് കണ്ടില്ലേ. ഈ റോസ് നല്ലൊരു ഇതാണ്. നമുക്ക് ഇതിൻ്റെ കട്ടിങ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് കുറച്ച് കൂടുതൽ തൈകൾ ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയുണ്ട്. ഈ തൈകൾ ഉണ്ടായാൽ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അത്. അതുപോലെ തന്നെ ഈ ചെടി ഒരു നീല കളറാണ് കേട്ടോ. നീലത് വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ച കളറാവട്ടത്. അങ്ങനെ ഒരു വിഷയമുണ്ട് ഇതിന്. അതുപോലെ തന്നെ ഇവിടെ ഈ അഗ്ലോണിമൊക്കെ പിന്നെ ഈ അഗ്ലോണിമ നല്ല പെട്ടെന്ന് ഉണ്ടാവും കേട്ടോ. ഒരുപാട് തൈയായി തിക്കായിട്ട് ഉണ്ടാവും. കാണാൻ വലിയൊരു ഭംഗിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഇതിന്. അതുപോലെ തന്നെ അവിടെ അഗ്ലോണിമ റെഡ് കളറുണ്ട് കേട്ടോ. ഈ റെഡ് കളറ് ഇപ്പോൾ തൈകൾ അത്ര പെട്ടെന്ന് ഉണ്ടാവില്ല കേട്ടോ. ഇത് അടിയിൽ നിന്നിപ്പോൾ ഇങ്ങനെ കുറച്ചുകൂടി വലുതാകാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്യണമെന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം പിന്നെ അത് പെട്ടെന്ന് ഉണ്ടായിന്ന് വരും. പക്ഷേ അത് ചിലപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസീവ് പിടിച്ചൊരു ചെടിയാണിത്. ഒരു പിന്നെ 300 രൂപേൻ്റെ മേലക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നമ്മൾ ചെറിയൊരു പിന്നെ പീസ് ഇതുപോലത്തെ ഒരു ചെടിയാണ് വാങ്ങിയത് 300 രൂപ കേട്ടോ. ഇപ്പോൾ കട്ട് ചെയ്തിട്ട് ചിലപ്പോൾ അതാണ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു നഷ്ടമില്ലാതിട്ട് ഇത് കട്ട് ചെയ്യാതിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ അഗ്ലോണിമ ഉണ്ടില്ലേ, അഗ്ലോണിമ തൈകളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഞാൻ ഇടയ്ക്ക് കാണിക്കണതാണിത്. നമുക്ക് ഒരു സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ പിന്നെ മനസ്സിലാവും നമ്മൾ ഇതൊക്കെ കാണിച്ചിരുന്നാണല്ലോ എന്ന്. ഇത് ഓർക്കിഡാണ് കേട്ടോ. ഓർക്കിഡ് ഇത് പിന്നെ ഓർക്കിഡിൻ്റെ പൂക്കൾ ഇത് കുറേ ദിവസമായി. എനിക്ക് എൻ്റെ പഴയ വീഡിയോ ഒക്കെ എടുത്തിട്ട് കാണാം. 1 മാസം മുന്നുള്ള വീഡിയോയിലൊക്കെ ഈ പൂവുണ്ട് കേട്ടോ. ഇതിനൊരു കേടും വരാതെ എത്രയും ദിവസം നിൽക്കണം. അതാണ് ഇതിൻ്റെ ഈ ഒരു പിന്നെ ഈ ഒരു ഓർക്കിഡിൻ്റെ ഒരു ഇത് കേട്ടോ, പ്രത്യേകത അതാണ്. അതുപോലെ തന്നെ നമ്മളടുത്ത് ഇവിടെ മഞ്ഞ കളറുണ്ട് കേട്ടോ. ഇതൊരു മഞ്ഞ കളറാണ്. കണ്ടില്ല, ഇതിൻ്റെ പൂവിനൊക്കെ ഒരു പ്രത്യേക ഒരു കളറ്, ഒരു കാപ്പി ഷെയ്ഡും ഉണ്ട് ഇതിന്. നല്ല പിന്നെ കാണാൻ ഭംഗിയുള്ളൊരു ഓർക്കിഡ് ഇനം തന്നെയാണത്. അതുപോലെ തന്നെ ഏറ്റവും ഭംഗി എനിക്ക് തോന്നിക്കുന്ന ഒരു ഓർക്കിഡ് ഇവിടെ ഏതാണെന്ന് ഇത് കണ്ടില്ലേ. ഇതിപ്പോൾ എൻ്റെ 1 മാസമൊക്കെ മുന്നുള്ള വീഡിയോയിൽ ഞാനിത് കാണിച്ചിട്ടുണ്ട്. ഇത് നല്ല കളറാണ് കേട്ടത്. നമുക്ക് ഇത് ഒരു പിന്നെ ഈ കളറ് നമുക്ക് എത്ര വർണ്ണിച്ചാലും അത് അതിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ. വലിയ പൂക്കളാണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ കയ്യിലിങ്ങനെ വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആ വലിപ്പം അറിയുള്ളൂ. ഓർക്കിഡൊക്കെ ചെറിയ പൂക്കളാണല്ലോ ഉണ്ടാവുക. ഇതിൻ്റെ ഇത് വലിയ പൂക്കളാണ് കേട്ടോ. നമ്മളൊരു
അര കൈയിൻ്റെ ഒരു വിരലിൻ്റെ സൈഡിൽ ഇത് വരുന്നുണ്ട്. അത്ര വലിയ പൂക്കളാണ്. അതുപോലെ തന്നെ ഇത് വേറൊരു കളറാണ് കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മളടുത്തൊരു 7 കളറുണ്ട് കേട്ടോ. ഇതിപ്പോൾ 4 കളറ് ഇതിവിടെ പൂവിട്ടതുണ്ട്. പിന്നെ പറഞ്ഞാൽ ഇത് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതൊരു തൈയൊക്കെ ഉണ്ടായി കിട്ടുക എന്ന് പറഞ്ഞാൽ അത്രക്കും കഠിന പ്രയത്നം വേണം ഈ ഓർക്കിഡ് ഒരു തൈയൊക്കെ ഉണ്ടാകാൻ കേട്ടോ. ഒരുപാട് എഫക്റ്റ് എടുത്തുകൊണ്ടാണ് നമുക്ക് ഈ തൈകൾ ഇവന്ന് ഇങ്ങനെയാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ പുതിയ തൈ ഉണ്ടാവുകയാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ പുതിയ തൈ ഉണ്ടായിട്ട് അയിമ ഒന്നുണ്ടായി. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഈ ഇതിന്മേൽ പുതിയ തൈ ഉണ്ടാവണം. ഇതൊക്കെ നമ്മൾ പറിച്ച് കളയേണ്ട ഒരു സ്റ്റെമ്പുമെന്നാണ് ഈ തൈ ഉണ്ടാകുന്നത് കേട്ടോ. അധികം ആൾക്കാരും ഇത് ഒഴിവാക്കേണ്ട ഒരു ഘട്ടം വരുമ്പോൾ ഇതൊക്കെ നമ്മൾ മാറ്റി നടുമ്പോൾ ഇതൊക്കെ ഒഴിവാക്കണം. പക്ഷേ ഒഴിവാക്കേണ്ട കാര്യമില്ല. നമ്മളിങ്ങനെ ഈ തൊണ്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ തൈകൾ നമുക്ക് കിട്ടും കേട്ടോ. കണ്ടില്ല, ഇതിൻ്റെ മുകളിൽ തൈ ഉണ്ടാവും, അടിയിൽ നിന്ന് വേറെ തൈകളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇതൊക്കെ നമ്മൾ ഇത് കാലിയായിട്ട് ഒഴിവാക്കാൻ നിന്നതാണ്. അതിൻ്റെ അടിയിൽ നിന്ന് കണ്ടില്ലേ പുതിയ തൈകൾ ഉണ്ടായി വരണം. ഇതിൻ്റെ മുകൾ ഭാഗത്തും ഉണ്ടാവും കേട്ടോ. ഇതുണ്ടോ, ഇതിൻ്റെ ഇവിടെ ഒരു പുതിയൊരു തൈ ഉണ്ടാവുകയാണത്. അപ്പോൾ ഇനി ഇവിടുന്ന് വേരിങ്ങനെ ഇതുണ്ടില്ല, ചെറിയ വേരുകളുണ്ടത്. ഈ വേര് നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്താൽ നമുക്കതൊരു പുതിയൊരു തൈയാക്കി എടുക്കാം. അതുപോലെ തന്നെ അങ്ങനത്തെ ഈ ഒഴിവാക്കാൻ നിന്ന് അതൊക്കെ നമ്മൾ ചട്ടിയിൽ വെച്ചുകൊണ്ട് നമുക്കിതിന് ഇത്ര തൈകൾ നമുക്ക് കിട്ടാൻ കാരണം. അല്ലെങ്കിൽ ഇതൊക്കെ ഉണക്കി നമ്മൾ വലിച്ച് എറിയേണ്ട ഒരു ഇതാണിത്. പക്ഷെ അത് പെട്ടെന്നൊരു തൈയായിട്ട് നമുക്ക് മാറി നമുക്കൊരു തൈ കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു നല്ല കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഇവിടെ ഇതൊക്കെ അങ്ങനെ ഒഴിവാക്കിയ തണ്ടുകളാണ് കേട്ടോ. ഇതൊക്കെ ഇനിയിപ്പോൾ അടിയിൽ നിന്ന് വേറെ ഒരു ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് ഒരു തൈ വരാനുള്ളൊരു ഒരുക്കാണ് കേട്ടോ ഇവിടെ കണ്ടില്ലേ. അങ്ങനെ നമുക്ക് ഈ ഒഴിവാക്കണം എന്ന് കരുതിയതൊക്കെ നമ്മൾക്ക് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാക്കുക. ഇത് കണ്ടില്ല, ഇത് ഇവിടെ ഇത് ഇതിൻ്റെ അടിഭാഗം ഒടിഞ്ഞിട്ട് ഇതിങ്ങനെ ഇതായിട്ട് ഇത് ഞാൻ കളഞ്ഞില്ല. കാരണം എന്താണെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇവിടെ നിന്ന് മുറിച്ചിട്ട് ഒരു ചെറിയൊരു ഉണങ്ങിയൊരു തണ്ടിൻ്റെ മാതിരിയാണ് ഇവിടെ അടിയിൽ നിന്ന് വേർപെട്ട് പോകുന്നത്. അടിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, അടി പറ്റ ഉണങ്ങി. ഇത് കണ്ടില്ലേ, ഇവിടെ കൂടുതലായിട്ട് പറ്റ ഒരു നാര് പോലെയാണ് ഉണങ്ങിയിട്ട്. പക്ഷെ അതിൻ്റെ തലക്കത്ത് ഒരു കാണുമ്പോഴാണ് നമുക്ക് അത്ഭുതം വരിക. ഇത് കണ്ടില്ലേ, ഒരു തൈ ഉണ്ടാകുന്ന കണ്ടില്ലേ, ഒരു വേര് ആദ്യം വന്നു. ഇനി ഒരു 2-3 ദിവസം കൊണ്ട് അതിൻ്റെ ഇല വിരിയാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയൊരു സ്റ്റെമ്പിൽ നിന്ന് നമുക്കൊരു തൈ കിട്ടി. അതുപോലെ തന്നെ നമുക്ക് ഓരോ സ്റ്റെമ്പിൽ നിന്നും നമുക്ക് തൈകൾ കിട്ടും കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ ഇതിൻ്റെ ഒരു അത്ഭുതമാണ് ഇപ്പോൾ ഈ കാണുന്നത്. കണ്ടില്ലേ, എത്ര വലിയൊരു ഇതിൻ്റെ വേര് കണ്ടോ, ഇത്ര വലുപ്പത്തിലുള്ള വേരായി. അപ്പോൾ നമ്മൾ ഒഴിവാക്കി ഈ ഓർക്കിഡിൻ്റെ ഒരു ഭാഗം നമ്മൾ ഒഴിവാക്കണ്ട കേട്ടോ. അത് ചിലപ്പോൾ 3-4 മാസം കൊണ്ടൊക്കെ തൈകൾ വരുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്കത് തൈ ആയി കിട്ടും. കണ്ടില്ലേ, ഇതിപ്പോൾ ഇവിടെ അടിയിൽ നിന്ന് നമുക്കൊരു തൈ കിട്ടി. ഇതൊക്കെ നമ്മൾ കളയേണ്ട ഈ സ്റ്റെമ്പുകളാണ്. അപ്പോൾ അതൊന്നും നമ്മൾ കളയാതെ നമ്മൾ സൂക്ഷിച്ച് ഒരു ചട്ടിയിലായി ഇടയ്ക്കൊന്ന് മറ്റേ ചെടികൾക്ക് കെയർ പോലെ തന്നെ നമ്മൾ നനച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു ചെടിയായി വന്ന് കിട്ടും കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ ഇവിടെ ഒരു മൊട്ട് വരികയാണ് കേട്ടോ, പുതിയൊരു മൊട്ട് വരികയാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഇതൊരു പുതിയൊരു ഇത് നമ്മൾ പിരിച്ച് നട്ടതാണ് കേട്ടോ. അതുപോലെ ഇതിമെന്നുള്ള അങ്ങനത്തെ ഒരു ഇവിടെ മുറിച്ചിട്ട് ഇതിൽ വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ഒരു 4 മാസമായിട്ടുള്ളത്. അപ്പോൾ അതിന്മേൽ പൂവ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് പൂവാട്ടോ. ഇതൊക്കെ ഇനിയിപ്പോൾ 2-3 മാസം കൊണ്ട് ഇതിന്മേലൊക്കെ പൂവ് വരും. അപ്പോൾ നമ്മൾക്ക് ഒരു പുതിയൊരു ചെടിയായി, ഒരു ചട്ടിയായി. അപ്പോൾ നമുക്ക് ഇതിവിടെ പിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഴയതുപോലെ തന്നെ മദർ പ്ലാന്റ് ആക്കി നിർത്തും ചെയ്യാം കേട്ടോ. അപ്പോൾ വലിയൊരു ചിലവില്ലാതെ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇതൊക്കെ കാരണം ഈ ചെടിയൊക്കെ മാർക്കറ്റിൽ പോയി വില ചോദിക്കുമ്പോഴാണ് നമ്മൾ നെട്ടിപ്പോവുക കേട്ടോ. 450-500 ചെറിയ ഇതുപോലുള്ള ഒരൊറ്റ തണ്ടേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഒരൊറ്റ തണ്ട്, അതിന് 450 മുതൽ ഇവിടെ എൻ്റെ അടുത്ത് 1000-ൻ്റെ മേലേക്കുള്ള ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മളൊരു 2-3 മാസം നമ്മൾ പരിപാലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 450-500 റുപ്യേൻ്റെ ഒരു ചെടിയായി ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കൊരു ഇത്ര വലിപ്പമുള്ളൊരു ഇതായിട്ടുണ്ടെങ്കിൽ നഴ്സറി ഇതൊക്കെ പൂവ് വരാനായതിന് 400-ൻ്റെ ഇതും പൂവായത് 450-500 രൂപയ്ക്ക് അവർ പറയാം കേട്ടോ. നമ്മൾ തന്നെ
അതിൻ്റെ ഈ ഓർക്കിഡിനെ പറ്റി അത്ര ഒരു അറിവില്ലാത്തവർക്ക് തന്നെ അത്ഭുതപ്പെട്ടു പോകും. അത്ര ചെറിയൊരു ഇതിനവർ അത്ര പൈസ പറഞ്ഞല്ലോ എന്ന് നമുക്കിങ്ങനെ തോന്നിപ്പോവും. പക്ഷേ അത്ഭുതപ്പെടാനൊന്നുമില്ല. അത്രയ്ക്ക് എഫർട്ട് എടുത്തിട്ടാണ് ഇത് നമുക്ക് തൈയായി കിട്ടുന്നത്. ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ ഒഴിവാക്കാൻ വെച്ചൊരു സ്റ്റെമ്പ് നമ്മൾ ഇതിൽ ഇറക്കി വെച്ചുകൊണ്ട് നമുക്കൊരു പുതിയൊരു തൈ കിട്ടിയിട്ടോ. ഇതും ഒഴിവാക്കാൻ വെച്ചതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഇവിടെ പുതിയ 2 തൈകളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഞാൻ അങ്ങനെ മുറിച്ച് വെച്ച ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരട്ടോ. ഇതിങ്ങനെ എടുക്കാൻ പാടില്ല, പക്ഷേ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ ഇത് കണ്ടോ. ഇത് നമ്മളിവിടെ കട്ട് ചെയ്തിട്ട് ഒരു പുതിയ തൈയാക്കി എടുക്കുകയാണിത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ കുറച്ച് ഈ തൊണ്ടൊക്കെ കണ്ട് നമ്മൾ മാറ്റിയിടും കേട്ടോ. ഈ തൊണ്ട് ഇങ്ങനെ നമുക്ക് കഴിയുന്നിടത്തോളം തൊണ്ട് ഒക്കെ മാറ്റിയിട്ടിട്ട് ഇതിങ്ങനെ ഈ ഭാഗം ഇങ്ങനെ ഇറക്കി വെക്കുക. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റിനൊന്നും ആടാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ നിർത്തിയാൽ മതി. ഇത് നല്ല രീതിയിൽ ഉറപ്പിച്ച് കാറ്റിനിങ്ങനെ ആടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേര് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അത് നല്ല ഉറപ്പിച്ച് വെക്കുക. നമ്മൾ നനയ്ക്കുമ്പോഴും അതിങ്ങനെ ഇളകി പോകാതിരിക്കാൻ ശ്രമിക്കുക. അത് നല്ല കെയറിങ് വേണം എന്തൊരു തൈയായി കിട്ടണമെങ്കിൽ. വേണ്ടില്ല, ഇതൊക്കെ ഇതിൻ്റെ നനവുള്ള ഭാഗം നമ്മളിത് ഇതിലിങ്ങനെ കുടുക്കി വെക്കണം കേട്ടോ. ഇത് ഇളകാൻ തന്നെ പാടില്ല. നല്ല ടൈറ്റായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നനയ്ക്കുമ്പോൾ ഇതിനൊരു കുഴപ്പമില്ലല്ലോ. അതുപോലെ അത് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് നമ്മളങ്ങനെ മുറിച്ചൊരു കഷ്ണം തീയിൽ വെച്ചതാണ്. ഇത് നല്ല ടൈറ്റ് തന്നെയാണ് ഇതിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് നല്ല വേര് ഇവിടെ ഈ ഭാഗത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വേര് വീക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ള കളറ് കാണാമല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്താണ് തൈ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗത്തും ചെറിയൊരു ഇല പോയെങ്കിൽ ഇവിടെ ഒരു പുതിയൊരു തൈ വരുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വലിയൊരു എഫക്റ്റൊന്നും ഇല്ലാതെ ഓർക്കിഡിൻ്റെ തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്കൊരു ക്ഷമ വേണം. ക്ഷമ വേണമെന്ന് പറഞ്ഞാൽ അത് വളർത്തിയെടുക്കാനും വളർന്നു വരാനും അത് ഒരു ഓർക്കിഡിൻ്റെ ഒരു പൂവൊക്കെ ആയി മാറാൻ അതൊരുപാട് 2, 3, 4 മാസങ്ങളൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടണത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നും. അപ്പോൾ അത് മടുപ്പൊന്നും വിചാരിക്കേണ്ട. നല്ല എക്സ്പെൻസീവുള്ള ചെടിയാണ്. നഴ്സറിയിൽ നമുക്ക് ചെറിയ തൈകളാക്കി കൊണ്ടുപോയെടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് നല്ല വില കിട്ടും. ഈ ഒരു 500 റുപ്യൊക്കെ വില ഉള്ള ചെടി നമ്മൾ കൊണ്ടു കൊടുക്കുമ്പോൾ നമുക്ക് ഒരു 350 രൂപയൊക്കെ ചെറിയ തൈകൾക്ക് നമുക്ക് അങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ തൈകളാക്കി നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരാ ലാഭം കണക്കാക്കിയിട്ട് ആണ് നമുക്ക് അതിൻ്റെ പൈസ നമുക്ക് കണക്കാക്കി തരണം കേട്ടോ. അപ്പോൾ നല്ല പൂവുള്ള ചെടി ഓർക്കിഡൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള വില 1000 വരെ 1000, 2000 ഒക്കെ നമുക്ക് നല്ല പൂക്കളുള്ള ചെടികൾ കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓർക്കിഡ് നമുക്ക് കിട്ടാൻ സാധ്യത ഉണ്ട്. അങ്ങനെ 1, 2 നഴ്സറികളിൽ ആദ്യം ചോദിച്ചിട്ട് അവർ വില കുറച്ചാൽ പറയണമെന്നുണ്ടെങ്കിൽ നമ്മളവിടെ കൊടുക്കാതെ മറ്റൊരു നഴ്സറി തേടി പോകും കേട്ടോ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ചിലപ്പം അത്ര ഒരു ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടാവും ചില ചെടികളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അതിന് മാർക്കറ്റിൽ വലിയ വിലയായിക്കാറും. അപ്പോൾ അത് ചൂഷണം ചെയ്തിട്ട് നമ്മളോട് വില കുറച്ച് പറയും കേട്ടോ. അവരിപ്പോൾ ചിലപ്പം 200-നോ 300-നൊക്കെ വിൽക്കണ ഒരു ചെടി നമ്മൾ കൊടുക്കുമ്പോൾ 50, 100ഒക്കെ പറയും. അപ്പോൾ അത് കൊടുക്കരുത്. അപ്പോൾ നമ്മൾ വേറെ ഒരു നഴ്സറി തേടി പോയിട്ട് അവിടെ ഒന്നും വില അന്വേഷിക്കുക കേട്ടോ. അന്വേഷിച്ചിട്ട് അത് നമുക്ക് അത് വില മാർക്കറ്റത്തെ വില തട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് അവരെ ലാഭം കൂടിയൊക്കെ എടുത്തിട്ട് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ മാത്രം കൊടുക്കുക. അല്ലെങ്കിൽ ആ ചെടി നമ്മൾ വീട്ടിൽ തന്നെ കൊടുന്ന് വെക്കുക കേട്ടോ. എന്നെങ്കിലും അതിനൊരു മാർക്കറ്റ് ഉണ്ടാകുമ്പോൾ വിൽക്കാൻ ശ്രമിക്കുക. അല്ലാതെ വെറുതെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീടും അത് കിട്ടണം എന്ന് കരുതി ഇതിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ചെടികളൊക്കെ ഉണ്ടാക്കി അതുകൊണ്ട് ഉപജീവനം ചെയ്യുന്ന ആൾക്കാരുണ്ട്. മാർഗം ഉപജീവനമായിട്ട് ഒരു ജോലിയായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. അത് അവർക്കൊരു ബുദ്ധിമുട്ടാവും കേട്ടോ. നമ്മൾ ചിലപ്പം വെറുതെ ഒരു കമ്പ് കുത്തിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു പ്രശ്നമായി വരില്ല. നമ്മളിപ്പോൾ ഒരു 30, 20 ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് കൊടുത്തു പോകും. പക്ഷേ അതങ്ങനെ കൊടുക്കരുത്. കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ
പിന്നെ ചില ആൾക്കാരെ ഉപജീവനമാർഗ്ഗമാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് എഫക്റ്റ് ഒന്നും ഇല്ലാതെ ഒരു ചെടിയാണ് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് അത്ര പിന്നെ ആർക്കും അത് അങ്ങനെ കൊടുക്കരുത്. നമ്മളതിൻ്റെ പ്രത്യേകിച്ച് വിപണിയിലെ വില നോക്കിയിട്ട് മാത്രമേ സെയിൽ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ കൊടുന്നേക്കുക. അപ്പോൾ നമ്മളത് മറ്റുള്ളവർക്ക് ഒരു ദ്രോഹമായി മാറരുത്. അപ്പോൾ ഈ വീഡിയോ അങ്ങനെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ടാണ് കാണുന്നുണ്ട് ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളെ ഓരോ ലൈക്കും കമൻറ്റും പിന്നെ സബ്സ്ക്രൈബുമാണ് എൻ്റെ പുതിയ വീഡിയോക്കുള്ള മുന്നോട്ടുള്ള പ്രയാണം കേട്ടോ. നിങ്ങൾ എത്രത്തോളം നമുക്ക് ഒരു പിന്നെ സപ്പോർട്ട് തരുന്നു അതിനനുസരിച്ചാവും നമ്മളെ വീഡിയോ നമുക്കൊരു പ്രചോദനം ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ നാളെ വീണ്ടും കാണാം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.